আগে ভাই বাঁচিয়ে বেঁচে থাকলে সব হিন্দু ঘরে ধ্বজ লাগাতে হবে। কাল সকালের মধ্যে সব হিন্দু ঘরে ধ্বজ উঠবে, একদম সেপারেট করে দাও এখানকার এইসব জেহাদি মৌলবাদীদের সাথে আমাদের হিন্দুদের। আর সব মন্দিরে মাইক টাঙাও এবং হর্ন দাও গোটা গ্রামে। প্রত্যেক শাক বিতরণ করো। ধর্ম পরিবর্তন করতে হবে, এখনো পর্যন্ত ধর্ম পরিবর্তন করতে হবে। ഗോമാതാവിന്റെ പേരില്, ശ്രീരാമന്റെ പേരില്, ദൈവത്തിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ ഭാഷയാണ്, സംസാരമാണ്, വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. ഒരു ഗ്രാമം സന്ദർശിക്കാനെത്തിയപ്പോൾ ആ ഗ്രാമവാസികളായിട്ടുള്ള ആളുകൾ പറയാണ്, സർ ഞങ്ങൾക്ക് റോഡ് വേണം, ഞങ്ങൾക്ക് ഈ ഗ്രാമത്തിലേക്കുള്ള വഴി ഒന്ന് നന്നാക്കി എടുത്തു തരണം, അത് വഴി ഒന്ന് ക്ലിയർ ആക്കണം, പ്രോപ്പർ റോഡ് വേണം എന്ന് പറയുമ്പോൾ സുവേന്ദു അധികാരി ബംഗാൾ മുഖ്യമന്ത്രി, സംഘപരിവാർ അധികാരത്തിലെത്തിയ ബംഗാളിൽ ആ ബംഗാൾ മുഖ്യമന്ത്രി പറയുകയാണ്, എന്താണ് പറയുന്നത്? ചെയ്യാം ചെയ്യാം ചെയ്യാതിരിക്കില്ല, റോഡ് പണിഞ്ഞു തരാം, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഗ്രാമം ഹിന്ദുക്കൾ മാത്രമുള്ള ഗ്രാമമാക്കി മാറ്റണം. ഇവിടെ മുസ്ലിങ്ങളുണ്ട്, അവരെ ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കണം. ഹിന്ദുക്കൾ മാത്രമുള്ള ഗ്രാമത്തിലേക്ക് മാത്രമേ റോഡും പാലവും ഒക്കെ പണിയുകയുള്ളൂ. മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പണിയില്ല, അങ്ങോട്ട് റോഡുണ്ടാവില്ല, അങ്ങോട്ട് പാലമുണ്ടാവില്ല, അങ്ങോട്ട് വെള്ളമുണ്ടാവില്ല, അങ്ങോട്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഹിന്ദുക്കൾ മാത്രം അധിവസിക്കുന്ന ഒരു ഗ്രാമമാക്കി മാറ്റൂ, അതിനുശേഷം റോഡ് പണിഞ്ഞു തരാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സത്യപ്രതിജ്ഞയിൽ പറയുന്ന വാചകങ്ങൾ നിങ്ങളൊക്കെ ഒരാവർത്തി 1000 ആവർത്തി ഈ കഴിഞ്ഞ കാലത്തിൽ ഇഷ്ടം പോലെ കേട്ടതാ, ഈ കഴിഞ്ഞ ആഴ്ചകളിൽ അല്ലേ? പക്ഷപാതം ഉണ്ടാവില്ല, വേർതിരിവുണ്ടാവില്ല, സ്വജനപക്ഷപാതം ഉണ്ടാവില്ല, ഒന്നും തന്നെ ഉണ്ടാവില്ല. എല്ലാ ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഭരണം നടത്തും. ഇതല്ലേ സത്യപ്രതിജ്ഞയിൽ പറയുന്ന കാര്യം. എന്നാലോ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിനെ വിഷവിത്തുകളാൽ കുത്തി നിറക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളെ 2 തേരിയിലേക്കാക്കാൻ വേണ്ടിയിട്ട് വേണ്ട വിധത്തിൽ പരിശ്രമിച്ചു നോക്കി. ദൈവത്തിന്റെ പേരില്, ഗോമാതാവിന്റെ പേരില്, ബീഫിന്റെ പേരില്, മുസ്ലിമിന്റെ പേരില്, ഹൈന്ദവന്റെ പേരില് പല രീതിയിൽ ശ്രമിച്ചു നോക്കി. പക്ഷേ ബംഗാളിലെ ജനതയെ 2 ചേരിയിലേക്കാക്കാൻ സാധിക്കുന്നില്ല. അവിടെ പിന്നെന്താണ്? അവിടെ ഇവരെ 2 ചേരിയിലേക്കാക്കണമെങ്കിൽ ഇത്തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി വരണമെങ്കിൽ ഹൈന്ദവ ഗ്രാമങ്ങൾ ഉണ്ടാക്കൂ. ഹൈന്ദവർ മാത്രമുള്ള ഗ്രാമങ്ങളാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, അതല്ലെങ്കിൽ ഉണ്ടാവില്ല, റോഡ് ഉണ്ടാവില്ല, പാലം ഉണ്ടാവില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ പെട്രോളിൻ്റെ വില വർദ്ധിക്കുമ്പോൾ, ഡീസലിൻ്റെ വില വർദ്ധിക്കുമ്പോൾ, ഗ്യാസിൻ്റെ വില വർദ്ധിക്കുമ്പോൾ, അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ, രൂപയുടെ മൂല്യം തകരുമ്പോൾ, നാണയപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ, പരീക്ഷകൾ കൂട്ടത്തോടെ അട്ടിമറിക്കപ്പെടുമ്പോൾ, ക്രമക്കേടുകൾ ഉണ്ടാകുമ്പോൾ ഇതിലൊന്നും ബാധിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല എന്നുള്ളത് രാജ്യത്തുള്ള എല്ലാവർക്കും നല്ല ബോധ്യമുള്ള കാര്യമാണ് അല്ലേ? എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. പെട്രോളിൻ്റെ വില കൂട്ടിയപ്പോൾ ആദ്യം പറഞ്ഞത് കക്കൂസ് ഉണ്ടാക്കാനാന്നാ പറഞ്ഞത്. കക്കൂസ് ഉണ്ടാക്കാൻ അല്ലേ? ഈ തീട്ടം തിന്നുന്ന ആളുകൾക്ക് എന്തിനാ കക്കൂസ്? രാവിലെ ഒരു പ്ലേറ്റിൽ തൂറിയാൽ പോരെ? കക്കൂസിൻ്റെ ആവശ്യമുണ്ടോ? കാരണം അതല്ല തിന്നുന്നത് സംഘപരിവാറുകാർ. ആ തീട്ടം തിന്നുന്ന തീട്ടം തീനികൾക്ക് എന്തിനാ കക്കൂസ്? അതിൻ്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രാജ്യത്ത് ബംഗാളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അധികാരത്തിൽ വന്നിട്ട് ജനങ്ങൾക്ക് ആവശ്യം റോഡാണ്, പാലമാണ്, വിദ്യാഭ്യാസമാണ്, കാർഷിക മേഖലയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കലാണ്, ആരോഗ്യ മേഖലയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കലാണ്, പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കലാണ്. ഇതൊന്നുമല്ല ചർച്ച. ഇതിനൊക്കെ കണ്ടീഷൻ, ഇതൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഗ്രാമങ്ങൾ നിങ്ങൾ ഹൈന്ദവർ മാത്രമുള്ള ഗ്രാമങ്ങളാക്കി മാറ്റണം. ഏതുപോലെ RSSന്റെ അജണ്ട എന്താ? ഹിന്ദുത്വ അജണ്ട എന്താ? ഈ രാജ്യം ഹിന്ദുത്വ രാജ്യമാക്കി മാറ്റണം അല്ലേ? ആ ഹിന്ദുത്വ രാജ്യമാക്കി മാറ്റുവാനുള്ള പണിയെടുത്തുകൊണ്ടിരിക്കുക. ഇത് മാറ്റിക്കഴിഞ്ഞാലോ
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിപ്പോൾ ഹിന്ദുത്വ രാജ്യമായി മാറിക്കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ഹൈന്ദവരെന്ന് വിളിക്കപ്പെടുകയും ഹൈന്ദവരായിട്ടുള്ള ആളുകളായിട്ടുള്ള എല്ലാ ആളുകളും ഈ ഹിന്ദുത്വ രാഷ്ട്രത്തിൽ ഉൾപ്പെടുവോ? ഉൾപ്പെടൂല. ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഡൽഹിയിൽ കണ്ട ഒരു കാഴ്ചയുണ്ട്. കഴിഞ്ഞ ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ ഹൈന്ദവരായിട്ടുള്ള ആളുകളോട്, ഡൽഹിയിലുള്ള ആളുകളോട് BJP പറഞ്ഞത്, നിങ്ങൾ വോട്ട് ചെയ്യൂ, അധികാരത്തിലെത്തിക്കൂ സംഘപരിവാറിനെ. അധികാരത്തിലെത്തിച്ചാൽ ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ സ്വത്തുക്കളൊക്കെ പിടിച്ചടക്കിയിട്ട് അത് നിങ്ങൾക്ക് തരാം, ഹൈന്ദവർക്ക് വീതം വെച്ച് നൽകും. കേട്ട പാതി കേൾക്കാത്ത പാതി ഹൈന്ദവരൊക്കെ വോട്ട് ചെയ്തു. ഇപ്പോഴെന്താണ്? ഇന്നലെ ഒരു യുവാവ് കരയുന്ന വീഡിയോ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കരഞ്ഞ് മൂക്കുലിപ്പിച്ച് കരയുന്ന വീഡിയോ. എന്താ കാര്യം? ഹൈന്ദവനാണ്, പക്ഷേ വീട് ബുൾഡോസർ രാജിൽ പൊളിച്ചടുക്കി. സ്വത്ത് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഉണ്ടായിരുന്ന വീടും പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ജനങ്ങളെ ആദ്യം വിഭജിക്കുക എന്ന് പറഞ്ഞാൽ, രാജ്യത്ത് ഏറ്റവും മെജോറിറ്റി ആയിട്ടുള്ള ആളുകളാരാ? ഹൈന്ദവരാണ്. അപ്പോൾ അവരെ കൂട്ടുപിടിച്ച് വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ വിത്തുകൾ പാകി മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജനങ്ങളെ വിഭജിക്കുക. എന്നിട്ട് ആ വോട്ട് ബാങ്ക് സ്വന്തമാക്കിയിട്ട് അധികാര തുടർച്ചകൾ ഉണ്ടാക്കുക. അധികാരം എന്നേക്കുമായി കാൽ കീഴിൽ വെക്കാനുള്ള പണിയെടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്തുണ്ടായതുപോലെ വീണ്ടും ആ പഴയ കാലം ഈ രാജ്യത്ത് തിരിച്ചു വരും. ഏത് കാലത്തേക്ക്? ആ തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും കാലത്തേക്ക് രാജ്യം തിരിച്ചെത്തും. ഇപ്പം നിങ്ങൾ ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു വാർത്ത കണ്ടിട്ടുണ്ടാവും അല്ലേ? സംഘപരിവാർ MLA ആയ ഒരു വ്യക്തി സ്കൂളിലെ കുരുന്നുകൾക്ക് മുട്ടായി ഇങ്ങനെ വാരി വിതറി കൊടുക്കുന്നത്. ട്രൈബൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്, അതുകൊണ്ട് തൊട്ടുകൂടാ. ആ സവർണ മനോഭാവം മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ പതിയിരിക്കുകയാണ്. കാര്യം പിടികിട്ടുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. RSS മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ രാജ്യത്തിലും ഹിന്ദുത്വ രാഷ്ട്രത്തിലും ഹിന്ദുത്വ അജണ്ടയിലും ഒന്നും ഈ രാജ്യത്തുള്ള എല്ലാ ഹൈന്ദവരും ഉൾപ്പെടില്ല എന്നുള്ളതാണ് അതിൻ്റെ പരമാർത്ഥം എന്ന് പറയുന്നത്. ഇതിനൊക്കെ ഈ അധികാരം എന്നേക്കുമായി കാൽ കീഴിൽ നിർത്തുവാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇപ്പം മാക്സിമം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുന്ന ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ പ്രക്രിയ ആയിട്ടുള്ള, എന്നാൽ ഇത്രമാത്രം കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രക്രിയ ഈ രാജ്യത്ത് ഇപ്പോൾ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ആൻസർ. ഈ രാജ്യത്ത് ഇത്രമാത്രം അട്ടിമറിക്കപ്പെട്ട പ്രക്രിയ വേറെയുണ്ടോ? ഇല്ല. അതാണ് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ്. അത്രയും അട്ടിമറിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ പോലും വരും കാലങ്ങളിൽ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് ഇല്ലാതെയാക്കാം എന്നുള്ള ചിന്താഗതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനു വേണ്ടിയുള്ള പണിയെടുത്തുകൊണ്ടിരിക്കുക. കാരണം സംഘപരിവാറിന് ഒരു കാര്യം ഉറപ്പാ, ഈ തെരഞ്ഞെടുപ്പ് കുറേ കാലം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ ഇത് ഒരു നാൾ അവസാനിക്കും. അപ്പോൾ ഇത് അവസാനിക്കാതിരിക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ ഇല്ലാതെയാവണം, സിസ്റ്റം മാറണം, രീതികൾ മാറണം. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് ഇല്ലാതെയാക്കണം. എന്നാൽ പിന്നെ വല്ല രാജഭരണ മോഡൽ എക്കാലവും എല്ലാ കാലത്തേക്കും അത്തരത്തിലൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാൻ സാധിക്കുമെന്നുള്ള ചിന്താഗതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം ദൃശ്യങ്ങളിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയ ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ഇത്. കൃത്യമായിട്ട് രാജ്യത്തിൻ്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന, രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളും ആശയങ്ങൾക്കും തീർത്തും എതിരാണ്, ഭരണഘടനാ വിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞാൽ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ ഒരു മുഖ്യമന്ത്രിയാണ് ബംഗാളിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത്. കൃത്യമായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നൊരു വിഷയമല്ല. ഇതൊക്കെ ഇപ്പോൾ ദൈവത്തിൻ്റെ ഗോമാതാവിൻ്റെ പേരിൽ
ശ്രീരാമൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ പേരിലൊക്കെ ആണയിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. എന്നാൽ സത്യപ്രതിജ്ഞയിൽ പറഞ്ഞ വാക്കുകൾക്ക് തീർത്തും വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവരുടെ കയ്യിൽ നിന്ന് വരുന്നു, ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു. അതിലെന്തെങ്കിലും പശ്ചാത്താപമുണ്ടോ? ഇല്ല. കാരണം ശ്രീരാമനും ഗോമാതാവും ദൈവവുമൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം വെറും വോട്ടിന് വേണ്ടി ക്യാമറയ്ക്ക് മുന്നിൽ നടത്തുന്ന കാട്ടിക്കൂട്ടലുകളാണ്. അതിനപ്പുറം ഇനിയിപ്പോൾ ഇതിനൊക്കെ എതിരായി പ്രവർത്തിച്ചാലും തനിക്കൊന്നും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള വിശ്വാസവുമുണ്ട്. കാരണം സംരക്ഷിക്കാൻ ആളുകളുണ്ട്. സംരക്ഷിക്കാൻ ആളുകളുണ്ടെന്ന് പറഞ്ഞാൽ അധികാരത്തിൻ്റെ, ഹുങ്കിൻ്റെ, ധാർഷ്ട്യത്തിൻ്റെ പിൻബലം തനിക്കുണ്ട് എന്നുള്ളതാണ്. സുവേന്ദു അധികാരിയെ പോലെയുള്ള സംഘ് പരിവാർ, സവർണ സംഘ് പരിവാർ മുഖ്യമന്ത്രിമാരുടെ ആകെയുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു ആശ്വാസമാണ്. തനിക്ക് എന്തും ചെയ്യാം, അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ തനിക്ക് എന്തും ചെയ്യാം. അത് ഭരണഘടനാ വിരുദ്ധമായാലും പ്രശ്നമില്ല, രാജ്യദ്രോഹമായാലും പ്രശ്നമില്ല, ദേശവിരുദ്ധമായാലും പ്രശ്നമില്ല, ഈ രാജ്യത്തെ നിയമങ്ങൾക്കെതിരായാലും കുഴപ്പമില്ല. കാരണം ഈ രാജ്യത്തെ സിസ്റ്റം തങ്ങളുടെ കാൽ കീഴിലാണ് എന്നുള്ള വ്യക്തമായ ബോധ്യങ്ങളുണ്ട്. അല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ എല്ലായിടത്തും എല്ലാ മന്ത്രിമാരും, എല്ലാ മുഖ്യമന്ത്രിമാരും, എല്ലാ MLA-മാരും, എല്ലാ ജനപ്രതിനിധികളും സത്യപ്രതിജ്ഞ ചെയ്താണ് അവർ അധികാരത്തിലെത്തുന്നത്. ആ സത്യപ്രതിജ്ഞയോട് കൂടിയാണ് അവർ ആധികാരികമായിട്ട് അധികാര കസേരകളിലെത്തുന്നത്. ഇപ്പോൾ ഒരു MLA ആണെങ്കിൽ MLA ആവുന്നത് എപ്പോഴാണ്? തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ അയാൾ MLA ആണ്. പക്ഷേ ഒഫീഷ്യലി അയാൾ ഒരു MLA ആയി മാറുന്നതിന് ഈ പറയുന്ന സത്യപ്രതിജ്ഞ കഴിയുമ്പോഴാണ്, മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ കഴിയുമ്പോഴാണ്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾക്ക് തീർത്തും വിരുദ്ധമായിട്ട് പക്ഷപാതം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ മാനദണ്ഡങ്ങളൊന്നും വേണ്ട. ഇപ്പോൾ രണ്ടാൾക്കാർ മുമ്പിൽ വന്നു, അതിൽ ഒരാളോട് എന്തെങ്കിലും രീതിയിൽ ഒരു രീതിയിലുള്ള പക്ഷപാതം ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായില്ലേ? എന്നിട്ടല്ലേ ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ, ദേശത്തിൻ്റെ പേരിൽ ഒക്കെയുള്ള പക്ഷപാതം ഒരു രീതിയിലും പാടില്ല. എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, രാജ്യത്ത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി തങ്ങൾക്ക് റോഡ് വേണമെന്ന് പറഞ്ഞ ഗ്രാമവാസികളോട് പറയാണ്, നിങ്ങൾ ഇവിടെ നിന്ന്, ഈ ഗ്രാമത്തിൽ നിന്ന് മുസ്ലിങ്ങളെ പുറത്താക്കൂ, നിങ്ങളുടെ ഗ്രാമം ഹൈന്ദവരുടെ മാത്രമായിട്ടുള്ള ഒരു ഗ്രാമമാക്കി മാറ്റൂ, ഉടനടി റോഡ് വരും, ഉടനടി പാലങ്ങൾ വരും, എല്ലാം വരും. വരുമോ ഇല്ലേ എന്നുള്ളത് അടുത്ത വിഷയമാണ്. അത് വരട്ടെ, വരാതിരിക്കട്ടെ. പക്ഷേ ഇത്തരം വാക്കുകളും ഇത്തരം പ്രവർത്തികളും രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ബ്രിട്ടീഷുകാരൻ്റെ തന്ത്രമാണ് സംഘ് പരിവാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷുകാരൻ്റെ മുന്നിൽ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റുകൊടുത്തവൻ്റെ, മാപ്പെഴുതി കൊടുത്തവൻ്റെ തലമുറക്കാർക്ക് പിന്നെ അവൻ്റെ അതേ ആശയവും അവൻ്റെ അതേ ഐഡിയോളജിയുമല്ലേ അവൻ ഭരണം നിലനിർത്താൻ ചെയ്യുക എന്നുള്ളതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. മനസ്സിലായില്ലേ? പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും കൃത്യമായിട്ട് ആധികാരികമായ വീഡിയോ ദൃശ്യങ്ങളടക്കം, മെറ്റീരിയൽ എവിഡൻസുകളടക്കം ഇത്തരം കാര്യങ്ങൾ രാജ്യത്ത് ചർച്ചയാക്കപ്പെടുമ്പോഴും ഇത്രയും സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ ഒരു മുഖ്യമന്ത്രിക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. എന്താ കാരണം? സംരക്ഷിക്കാൻ അങ്ങ് കേന്ദ്രത്തിൽ, ഡൽഹിയിൽ സംഘ് പരിവാർ ഉണ്ട് അധികാരത്തിൽ, നരേന്ദ്രമോദിയുണ്ട്, അമിത്ഷായുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെങ്കിലും ശരി, കോടതികളിലാണെങ്കിലും ശരി, കൃത്യമായ സ്വാധീനമുള്ള അല്ലെങ്കിൽ സ്വന്തക്കാരെ കുത്തി നിറച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ? രാജ്യം വലിയ പ്രതിസന്ധികൾ നേരിടുകയാണ്, വലിയ പ്രതിസന്ധികൾ. ആ പ്രതിസന്ധികളിലൊന്നും എവിടെയും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല, ചർച്ചയാക്കപ്പെടുന്നില്ല, ആർക്കും ചോദ്യങ്ങളില്ല, ആർക്കും പറച്ചിലുകളില്ല. ഇപ്പോഴും ഗോഡി മീഡിയകൾ അതിനെയൊക്കെ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുണ്ട് രാജ്യത്ത് എന്ത് ക്രൈസിസ് ഉണ്ടായിക്കഴിഞ്ഞാലും, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും, എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും രാജ്യത്തെ പ്രധാനമന്ത്രി
കമാ എന്നൊരക്ഷരം മിണ്ടില്ല. മറിച്ച് ഇതിനൊക്കെ ന്യായീകരണങ്ങൾ ഇറക്കുക ആരാണ്? രാജ്യത്തെ ഗോഡി മീഡിയയാണ്. കൃത്യമായി സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കി അത് മീഡിയകൾക്ക് മുന്നിലേക്ക് എത്തിക്കും. അവര് ന്യായീകരണങ്ങൾ ഇറക്കിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഇത്തരം ദൃശ്യങ്ങൾ വലിയ ആശങ്കകൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.